ഏതൊരു സഞ്ചാരിയുടെയും ഏറ്റവും വലിയ ഒരു സ്വപ്നമാണ് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്ന രാജ്യമായ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക സന്ദർശിക്കുക എന്നുള്ളത്. യാത്ര ഇഷ്ടപ്പെടുന്ന എല്ലാവരെയും പോലെ എൻ്റെയും ഒരു വലിയ ഡ്രീമായിരുന്നു യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ഒന്ന് കാണുക, ഒന്ന് സന്ദർശിക്കുക എന്നുള്ളത്. ലോക പോലീസിൻ്റെ ആസ്ഥാനം, അമ്പരചുംബികളുടെ നാട്, നയാഗ്ര വെള്ളച്ചാട്ടത്തിൻ്റെ നാട്, അബ്രഹാം ലിങ്കനും ജോൺ എഫ് കെന്നഡിയും ബരാക് ഒബാമയും മുന്നോട്ട് നയിച്ച ഈ മഹാരാജ്യം കാണുവാൻ എനിക്കും ഒരിക്കലൊരു അവസരം കിട്ടി. ആ അനുഭവങ്ങൾ, മായാത്ത കാഴ്ചകൾ നിങ്ങളുമായി ഈ വ്ളോഗിലൂടെ ഞാൻ പങ്കുവെക്കുകയാണ്. വക്കീൽ സ്റ്റഡീസിൻ്റെ വ്യത്യസ്തമായ ഈ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പല സുഹൃത്തുക്കളും എന്നോട് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് എനിക്ക് എങ്ങനെ ഒരു US വിസ ലഭിക്കുമെന്ന്. അപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. ആ വിവരങ്ങൾ നിങ്ങൾക്ക് കൂടി ഉപകാരപ്പെടുമെന്ന് എനിക്കൊരു പ്രതീക്ഷയുമുണ്ട്. പല ആളുകളും പല ആവശ്യങ്ങൾക്കായിട്ട് അമേരിക്ക സന്ദർശിക്കാറുണ്ട്. പ്രധാനമായിട്ടും ജോലി ആവശ്യാർത്ഥം പോകുന്നവരുണ്ട്, അതുപോലെ കുടുംബത്തെ സന്ദർശിക്കുന്നതിന് വേണ്ടി പോകുന്നവരുണ്ട്, സ്റ്റുഡൻസ് വിസയുണ്ട്, അതുപോലെ ചികിത്സാ ആവശ്യാർത്ഥം പോകുന്ന ആളുകളുണ്ട്, അതുപോലെ ടൂറിസ്റ്റുകളായിട്ടും പോകുന്നവരുണ്ട്. നമുക്ക് ഇന്നത്തെ ഈ ചർച്ചയിൽ പ്രധാനമായിട്ടും ടൂറിസ്റ്റ് വിസ എങ്ങനെയാണ് ലഭിക്കുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് ഞാനിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത്. പ്രധാനമായിട്ടും B1 വിസ, അതായത് ബിസിനസ് വിസ, രണ്ടാമതായിട്ട് B2 അതാണ് ടൂറിസ്റ്റ് വിസ, പിന്നെ സ്റ്റുഡൻസിൻ്റെ വിസയുണ്ട്, F വിസ എന്നാണ് അതിന് പറയുന്നത്. പിന്നീട് O വിസയുണ്ട്, നമ്മുടെ കലാകാരന്മാർ ഗ്രൂപ്പായിട്ടൊക്കെ പോകുമ്പോൾ O വിസയാണ് ഇഷ്യൂ ചെയ്യുന്നത്. പിന്നെ എമിഗ്രൻസ് വിസ, അതായത് അവിടെ സെറ്റിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ജോലി ആവശ്യാർത്ഥം പോയി അവിടെ ഗ്രീൻ കാർഡ് കിട്ടുന്നതിന് വേണ്ടി എടുക്കുന്ന വിസയാണ് എമിഗ്രൻസ് വിസ. പ്രധാനമായിട്ടും ജോബ് പർപ്പസ് ആണ് അതിന് പിന്നിലുള്ളത്. സഞ്ചാരികൾക്ക് പ്രധാനമായിട്ടും ആവശ്യമുള്ള വിസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ B2 വിസയാണ്. B2 വിസയ്ക്കാണ് സഞ്ചാരികൾ, അതായത് അമേരിക്ക കാണാൻ ആഗ്രഹിക്കുന്നവർ അപ്ലൈ ചെയ്യേണ്ടത് B2 വിസക്കാണ്. ഇനി ആ വിസക്ക് എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. പ്രധാനമായിട്ട് 3 സ്റ്റെപ്സാണ് ഈ വിസ പ്രോസസ്സിങ്ങിനുള്ളത്. ഒന്ന്, ഓൺലൈൻ വിസ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യുക. അത് നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും. ആ വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളത് മനസ്സിലാവും. സ്വന്തമായിട്ട് ചെയ്യാം. അഥവാ വല്ല കോംപ്ലിക്കേഷനും തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ട്രാവൽ ഏജൻറ്റിൻ്റെ സഹായം തേടാവുന്നതാണ്. DS-160 എന്നാണ് ഈ ഫോമിന് പറയുന്നത്. നിങ്ങളുടെ എല്ലാ വിവരങ്ങളും അതിൽ അടയാളപ്പെടുത്തണം. നിങ്ങളുടെ പ്രാഥമികമായിട്ടുള്ള വിവരങ്ങൾ മുതൽ നിങ്ങളുടെ വിദ്യാഭ്യാസം മുതൽ എല്ലാ കാര്യങ്ങളും ആ വിസ ഓൺലൈൻ ആപ്ലിക്കേഷനിൽ പറയേണ്ടതുണ്ട്. അതിന് ഏകദേശം $160 ആണ് ചെലവ് വരുന്നത്. ഇന്ത്യൻ മണി ഏകദേശം ഒരു 11,500-12,000 രൂപയോളം നിങ്ങൾക്ക് ഈ വിസ ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് ചെലവുണ്ടാകും. രണ്ടാമതായിട്ട് പറയാനുള്ള ഒരു പ്രധാന കാര്യം, നിങ്ങൾ ഈ വിസ ആപ്ലിക്കേഷൻ വെച്ച് ഇൻ്റർവ്യൂ ഫെയിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പൈസ ഒരു കാരണവശാലും തിരിച്ചു കിട്ടുന്നതല്ല. ഈ DS-160 വിസ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുന്ന സമയത്ത് നമ്മൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം. ഒരിക്കലും അസത്യമായ കാര്യങ്ങൾ അതിനകത്ത് പറയരുത്. അവർ നോക്കുന്നത് പ്രധാനമായിട്ടും നമ്മുടെ ജെന്യൂൻനെസ് ആണ്, നമ്മൾ എത്രത്തോളം സത്യസന്ധരാണെന്നുള്ള കാര്യം കൃത്യമായിട്ട് അതിനകത്ത് കാണിച്ചിരിക്കണം. കളവായിട്ടുള്ള ഒരു കാര്യങ്ങളും പ്രസ്താവിക്കരുത്. അങ്ങനെ വല്ലതും പ്രസ്താവിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വിസ ആപ്ലിക്കേഷൻ ഇൻ്റർവ്യൂ സമയത്ത് റിജക്റ്റ് ആയി പോകും. പ്രധാനമായിട്ടും ഈ DS-160 വിസ ഓൺലൈൻ വിസ ആപ്ലിക്കേഷനിൽ ചോദിക്കുന്നത് നിങ്ങളുടെ പേഴ്സണൽ ഡാറ്റകളാണ്. അതുപോലെ നിങ്ങൾ എത്ര ദിവസം അമേരിക്കയിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും ഏതൊക്കെ സ്ഥലത്ത് നിങ്ങൾ സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും നിങ്ങൾ എപ്പോൾ തിരിച്ചു വരുമെന്നും നിങ്ങൾ ഏത് ഫ്ലൈറ്റിനാണ് തിരിച്ചു വരുന്നത് എന്നുമുള്ള സർവ്വ കാര്യങ്ങളും ഈ DS-160 ആപ്ലിക്കേഷനകത്ത് നിങ്ങൾ ഫില്ല് ചെയ്തിരിക്കണം. അതുപോലെ അതിന് വേണ്ടതായിട്ടുള്ള സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് നിങ്ങളുടെ കൈവശത്തിൽ ഉണ്ടാവുകയും വേണം. ഇൻ്റർവ്യൂ സമയത്ത് ആ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് അവർ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ സാധിക്കണം. അപ്പോൾ കളവായിട്ടുള്ള ഒരു കാര്യങ്ങളും നിങ്ങൾ ഈ സമയത്ത് വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യുന്ന സമയത്ത് പറയരുത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വിസ റിജക്റ്റ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.
നിങ്ങളുടെ ഈ DS-160 വിസ ഓൺലൈൻ ആപ്ലിക്കേഷൻ വെച്ച് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമതായിട്ട് വരുന്ന ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓൺലൈൻ പേയ്മെന്റ് ആണ്. ഈ വിസക്കുള്ള പൈസ നമ്മൾ അടയ്ക്കേണ്ടതുണ്ട്. അത് ഓൺലൈനിൽ തന്നെ നമുക്ക് അടക്കാൻ സാധിക്കും. ഏകദേശം ഒരു $160 നമുക്ക് ഈ B1 B2 വിസയ്ക്ക് ചെലവ് വരുന്നത്. ഇന്ത്യൻ മണി ഏകദേശം ഞാൻ നേരത്തെ പറഞ്ഞു ഒരു 12,000 രൂപയോളം നമുക്ക് ചെലവുണ്ട് ഈ വിസ കിട്ടുന്നതിന് വേണ്ടിയിട്ട്. ആ വിസ ഒരിക്കൽ റിജക്റ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പൈസ ഒരിക്കലും തിരിച്ചു കിട്ടുന്നതല്ല. വീണ്ടും നിങ്ങൾക്ക് വിസയ്ക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നതിന് യാതൊരു തടസ്സവുമില്ല. അപ്പൊ രണ്ടാമത്തെ സ്റ്റെപ്പ് പേയ്മെന്റ് ആണ്. പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇമെയിലിനകത്ത് ഒരു കൺഫർമേഷൻ വരും. ആ കൺഫർമേഷൻ ലെറ്റർ നിങ്ങൾ പ്രിന്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കണം. കാരണം അത് മൂന്നാമത്തെ സ്റ്റെപ്പായ ഇന്റർവ്യൂവിന്റെ സമയത്ത് നമുക്ക് എംബസി ഓഫീസറുടെ മുമ്പാകെ ഹാജരാക്കേണ്ടതുണ്ട്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിസ ഓൺലൈൻ ആപ്ലിക്കേഷൻ വെക്കുക. സെക്കൻഡ് സ്റ്റെപ്പ് ആ ആപ്ലിക്കേഷൻ വിസയ്ക്കുള്ള പണം അടയ്ക്കുക, ആ പേയ്മെന്റ് അത് നടത്തി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കൺഫർമേഷൻ കിട്ടും. തേർഡ് വൺ എന്ന് പറയുന്നത് വിസ ഇന്റർവ്യൂ ആണ്. ആ ഇന്റർവ്യൂ ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം. നിങ്ങൾ വിസ ആപ്ലിക്കേഷൻ വെക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു ഡേറ്റ് ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള കോൺസുലേറ്റ് US കോൺസുലേറ്റ് എവിടെയാണെന്ന് വെച്ചാൽ ആ സ്ഥലം നിങ്ങൾക്ക് സ്വയം തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇന്ത്യയിൽ ഏകദേശം 5ഓളം US കോൺസുലേറ്റുകളാണുള്ളത്. പ്രധാനമായിട്ട് ചെന്നൈ, പിന്നെ കൊൽക്കത്ത ഉണ്ട്, ഡൽഹി ഉണ്ട്, ബോംബെ ഉണ്ട്, ഹൈദരാബാദ് ഉണ്ട്. കേരളത്തിൽ നിന്ന് പോകുന്ന സഞ്ചാരികൾക്ക് ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള സ്ഥലം ചെന്നൈയാണ്. ചെന്നൈ നിങ്ങൾക്ക് ഈ വിസ കോൺസുലേറ്റ് നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ ആദ്യത്തെ 2 സ്റ്റെപ്പുകൾ കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പായ വിസ ഇന്റർവ്യൂ ആണ്. അത് നിങ്ങളുമായിട്ടുള്ള ഫേസ് ടു ഫേസ് ഇന്റർവ്യൂ ആണ്. ചെന്നൈയിൽ വെച്ചാണെങ്കിൽ നിങ്ങൾക്ക് രാവിലെ നിങ്ങൾക്കൊരു ടൈം കിട്ടും. നിങ്ങളുടെ ഇഷ്ടമുള്ള ടൈം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ആ സമയത്തിന്റെ ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും നിങ്ങൾ US കോൺസുലേറ്റിൽ എത്തണം. എത്തിക്കഴിഞ്ഞാൽ അവിടെ സെക്യൂരിറ്റി ചെക്കുകൾ ഉണ്ടാവും. ആ സെക്യൂരിറ്റി ചെക്കിംഗ് എല്ലാം കഴിഞ്ഞ് നിങ്ങൾ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ അവിടെ 5ഓ 6ഓ ഡോറുകൾ കാണാം. അവിടെ നിങ്ങൾക്ക് ഓരോ സ്ഥലങ്ങളിലേക്കായിട്ട് ചെന്ന് കഴിഞ്ഞാൽ അവിടെ US കോൺസുലേറ്റ് ഓഫീസേഴ്സ് ഉണ്ടാവും. അവരാണ് നിങ്ങളെ ഇന്റർവ്യൂ ചെയ്യുന്നത്. അപ്പോൾ പലരും ചോദിക്കും, എനിക്ക് മലയാളം ഭാഷ മാത്രമേ അറിയുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് തമിഴ് മാത്രമേ അറിയുള്ളൂ. അങ്ങനെ ലാംഗ്വേജുകളിൽ ബുദ്ധിമുട്ടുള്ള ആളുകൾ പ്രയാസപ്പെടേണ്ട യാതൊരു ആവശ്യവുമില്ല. അവിടെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ലാംഗ്വേജ് ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള ഓഫീസേഴ്സ് പ്രത്യേകം ഓരോ സ്ഥലങ്ങളിലും ഉണ്ട്. നിങ്ങൾക്ക് ആ കാര്യവും ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ മലയാളം അറിയുന്ന ആളുകളാണെങ്കിൽ മലയാളം പറഞ്ഞാൽ മതി. പക്ഷേ കോൺസുലേറ്റ് ഓഫീസർ നിങ്ങളോട് ഇംഗ്ലീഷിലായിരിക്കും ചോദ്യങ്ങൾ ചോദിക്കുക. അപ്പോൾ ട്രാൻസ്ലേറ്റർ നിങ്ങൾക്ക് അത് പറഞ്ഞ് മനസ്സിലാക്കി തരും. നിങ്ങളത് ശ്രദ്ധയോടെ കേട്ട് വളരെ കെയർഫുൾ ആയിട്ടുള്ള മറുപടികൾ സത്യസന്ധമായിട്ട് പറയുക. നിങ്ങൾ പറയുന്നതിൽ എന്തെങ്കിലും കളവുണ്ടെന്നോ അല്ലെങ്കിൽ നിങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ തിരിച്ചു വരാൻ സാധ്യതയില്ലെന്നോ അവർക്ക് തോന്നുന്ന പക്ഷം നിങ്ങളുടെ വിസ റിജക്റ്റ് ആവും. അതല്ല, സത്യസന്ധമായിട്ടുള്ള ജെനുവിനായിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ പർപ്പസ് ഓഫ് വിസിറ്റ് എന്താണ്, നിങ്ങൾ എന്താവശ്യത്തിന് വേണ്ടിയിട്ടാണ് അവിടെ പോകുന്നത്. ടൂറിസ്റ്റ് ആയിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ സ്ഥലങ്ങൾ കാണാൻ വേണ്ടി പോവുകയാണ്. ഇന്നയും സ്ഥലങ്ങളിലേക്കാണ് ഞാൻ പോകുന്നത്, ഞാൻ ഇത്രാം തീയതി തിരിച്ചു വരും, എനിക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് ഉണ്ട്, നാട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളുള്ള ആളാണ് ഞാൻ, എത്രയും പെട്ടെന്ന് എനിക്ക് തിരിച്ചെത്തണം എന്നുള്ളൊരു ഭാവത്തിൽ മാത്രമേ നിങ്ങൾ അവിടെ പെരുമാറാൻ പാടുള്ളൂ. നിങ്ങളുടെ എന്തെങ്കിലും ഒരു തെറ്റായ വിവരം അവിടെ കിട്ടിക്കഴിഞ്ഞാൽ അവർ നിങ്ങളുടെ വിസ ക്ലീൻ ആയിട്ട് റിജക്റ്റ് ചെയ്ത് കയ്യിൽ തരും. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കാതിരിക്കണമെങ്കിൽ നിങ്ങൾ മുൻകൂട്ടി പ്രിപ്പയർ ചെയ്യുക. എങ്ങനെ ആ ഇന്റർവ്യൂവിൽ ഫേസ് ചെയ്യണമെന്നുള്ള സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ മതി. കളവായിട്ടുള്ള ഒരു കാര്യവും പറയണ്ട. പ്രധാനമായിട്ടും എംബസിയിലെ ഓഫീസർമാർ, അവരുടെ കോൺസുലേറ്റ് ഓഫീസേഴ്സ് നോക്കുന്നത് നിങ്ങൾ അമേരിക്കയിൽ ചെല്ലാനും അവിടെ ജീവിക്കാനും അവിടുന്ന് ആ കാലഘട്ടത്തിൽ കഴിഞ്ഞ് തിരിച്ചു വരാനുമുള്ള സാമ്പത്തിക ശേഷി നിങ്ങൾക്കുണ്ടോ എന്നുള്ള കാര്യം നോക്കും. അതുപോലെ നിങ്ങൾ അവിടെ എത്ര ദിവസം സ്പെൻഡ് ചെയ്യുന്നു, ഏതൊക്കെ സ്ഥലങ്ങൾ സന്ദർശിക്കുന്നു, നിങ്ങൾ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് പോകുന്നത് എന്നുള്ള കുറച്ച് ചോദ്യങ്ങൾ അവർ ചോദിക്കും. ചിലപ്പോൾ ഒരു 5 മിനിറ്റ് കൊണ്ട് നിങ്ങളോടുള്ള ചോദ്യങ്ങൾ ചോദിക്കും. അപ്പം നിങ്ങളുടെ ബോഡി ലാംഗ്വേജ്, നിങ്ങളുടെ ജെനുവിനെസ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവർ വാച്ച് ചെയ്യും. അതിന് വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള കോൺസുലേറ്റ് ഓഫീസേഴ്സാണ് അവിടെ ഉള്ളത്. അപ്പോൾ അവരെ നിങ്ങളുമായിട്ട് ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ പർപ്പസ് അവർക്ക് മനസ്സിലാകും. സത്യസന്ധമായിട്ട് യാതൊരുവിധ പതർച്ചയുമില്ലാതെ സ്ട്രെയിറ്റ് ആയിട്ട് കാര്യങ്ങൾ ചുരുങ്ങിയ വാക്കുകളിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങളുടെ വിസ നിങ്ങൾക്ക് ലഭിച്ചിരിക്കും.
യു എസ് കോൺസുലേറ്റിൽ നിങ്ങൾ ഇൻ്റർവ്യൂവിനായിട്ട് പോകുന്ന സമയത്ത് കയ്യിൽ പ്രധാനമായിട്ടും സൂക്ഷിക്കേണ്ട ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വാലിഡ് പാസ്പോർട്ടാണ്. ഈ പാസ്പോർട്ട് ഒരു 6 മാസമെങ്കിലും വാലിഡ് ആയിരിക്കണം. എക്സ്പയറി ആവാൻ പോകുന്ന പാസ്പോർട്ടുമായിട്ട് ഒരിക്കലും ഈ വിസ ഇൻ്റർവ്യൂവിന് വേണ്ടി നിങ്ങൾ പോകാൻ പാടില്ല. അതുപോലെ തന്നെ 2 ഫോട്ടോഗ്രാഫ്സ്, അതിനൊരു പ്രത്യേക സൈസുണ്ട്. ആ സൈസിലുള്ള ഫോട്ടോഗ്രാഫ്സ് അത് സ്റ്റുഡിയോയിലുള്ള ആളുകൾക്ക് അറിയാം. യു എസിലേക്കുള്ള വിസക്കാണെന്ന് പറഞ്ഞാൽ അതിനനുസൃതമായ ഫോട്ടോഗ്രാഫ്സ് നിങ്ങൾക്ക് എടുത്തു തരും. ഈ യു എസ് വിസ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് 2 ദിവസങ്ങളായിട്ടാണ് നടക്കുന്നത്. ഫസ്റ്റ് ഡേ നിങ്ങൾ യു എസ് കോൺസുലേറ്റിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോട്ടോ അവരെടുക്കും, അതിന് ബയോമെട്രിക്സും എടുക്കും. അതുപോലെ നിങ്ങളുടെ ഫിംഗേഴ്സ് 10 വിരലുകളും അവർ പകർത്തിയെടുക്കും, നിങ്ങളുടെ ഫോട്ടോഗ്രാഫ്സ് എടുക്കും. ചിലപ്പോൾ നിങ്ങളുടെ സൗണ്ട് ടെസ്റ്റും നടത്തിയെന്ന് വരാം. അത് കഴിഞ്ഞാൽ അന്ന് യാതൊരുവിധ ചടങ്ങുകളും വേറെയില്ല, നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ 5 മിനിറ്റ് കൊണ്ട് തിരിച്ചു പോരാം. എന്നാൽ സെക്കൻഡ് ഡേ നടക്കുന്ന ഇൻ്റർവ്യൂവിലാണ് നിങ്ങൾ പ്രധാനമായിട്ടും ഈ യു എസ് കോൺസുലേറ്റ് ഓഫീസറുമായിട്ട് ഡയറക്റ്റായിട്ട് ഫേസ് ടു ഫേസ് സംസാരിക്കുന്നത്. ആ സംസാരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ അമേരിക്ക കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്, നിങ്ങൾ അങ്ങനെ പോകാൻ ഉദ്ദേശിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഏതൊക്കെ സ്ഥലത്തേക്കാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ എപ്പോഴാണ് പുറപ്പെടുന്നത്, നിങ്ങൾ അവിടെ ഏതൊക്കെ സ്ഥലങ്ങൾ സന്ദർശിക്കും, എന്ന് നിങ്ങൾ തിരിച്ചു വരും എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറയാൻ സാധിക്കണം. ഈ കാര്യം ഞാൻ മുമ്പും ഒരു പ്രാവശ്യം പറഞ്ഞു, വീണ്ടും ഒരിക്കൽ കൂടി പറയുകയാണ്. ജെനുവിൻ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയാവുള്ളൂ. അതുപോലെ നെർവസ് ആയിട്ട് പോയിട്ട് കാര്യങ്ങൾ പറയരുത്. നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് വരെ അവർ ശ്രദ്ധിക്കും. എന്തെങ്കിലും ഒരു സംശയം തോന്നിക്കഴിഞ്ഞാൽ വിസ റിജക്റ്റ് ആവും. അതുകൊണ്ട് എല്ലാവരും ഈ 3rd സ്റ്റേജായ വിസ ഇൻ്റർവ്യൂവിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണം. പറ്റിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഒരു 10 വർഷത്തേക്കുള്ള ഒരു വിസയായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. 6 മാസത്തോളം നിങ്ങൾക്ക് യു എസിൽ താമസിക്കാനുള്ള പെർമിഷൻ ഉണ്ട്. അത് കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ നിന്ന് ഔട്ടാവണം. വീണ്ടും നിങ്ങൾക്ക് അതേ വിസയിൽ തന്നെ പല തവണകൾ തിരിച്ച് യു എസ് കാണാനും പോകാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കും. ലോകത്തിലെ ശക്തമായ പാസ്പോർട്ടുകളിൽ അല്ലെങ്കിൽ വിസകളിൽ ഒന്നാണ് യു എസ് വിസ എന്ന് പറയുന്നത്. ആ വിസ ഉപയോഗിച്ച് നിങ്ങൾക്ക് 10-25ഓളം രാജ്യങ്ങളിൽ നിങ്ങൾക്ക് യാതൊരു വിസയും ഇല്ലാതെ ഇറങ്ങാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു പ്രത്യേകത. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, ഈ 3 കാര്യങ്ങളാണ്: വിസ ഓൺലൈൻ ആപ്ലിക്കേഷൻ, വിസ പേയ്മെൻറ്റ് ആൻഡ് കൺഫർമേഷൻ, അതുപോലെ ഇൻ്റർവ്യൂ. ഈ 3ഉം സക്സസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഒരു യു എസ് വിസ B1 B2 വിസ കിട്ടിയിരിക്കും, യാതൊരു സംശയവും വേണ്ട. 2017 ഞാൻ ആദ്യമായിട്ട് യു എസ് സന്ദർശിക്കുന്നത്. ആ സമയത്ത് വ്ളോഗൊന്നും ചെയ്യാൻ സാധിച്ചിരുന്നില്ല. അന്നത്തെ എൻ്റെ പഴയ മൊബൈലിലെടുത്ത ചില വീഡിയോസും അല്പം ചില ഫോട്ടോകളും മാത്രമേ എൻ്റെ കൈവശത്തിലുള്ളൂ. അത് നിങ്ങളെ ഒന്ന് കാണിക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് നിങ്ങൾക്കൊരു B2 വിസ ലഭിക്കുന്നതിനുള്ള കടമ്പകൾ. ഈ കടമ്പകളൊക്കെ കടന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും, ആഗ്രഹിക്കുന്ന എല്ലാവർക്കും യു എസ് വിസ ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. മുമ്പ് ഈ കടമ്പകളൊക്കെ കടന്ന് പോയ എൻ്റെ ചില കൊച്ചു ചിത്രങ്ങളും അതുപോലെ വീഡിയോകളുമൊക്കെ നിങ്ങൾക്ക് അടുത്ത വ്ളോഗിൽ കാണാം. ടിൽ ദെൻ, ഗുഡ് ബൈ.